Hello everyone, it's me Rahul. Welcome to Richa Talks. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ആയിരുന്നു. ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു, ഏപ്രിൽ ഫസ്റ്റ്. അപ്പം നിങ്ങളുടെ ഇന്നത്തെ ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നു, ലോസ് ആയിരുന്നു, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ആ ഒരു പാറ്റേൺ തന്നെയാണ് നിഫ്റ്റി ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നാളത്തെ എങ്ങനെയാണ് നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. നിഫ്റ്റിയുടെ ഫുള്ളി നേക്കഡ് ചാർട്ടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ചാർട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ട്രെൻഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? നിഫ്റ്റി ആക്ച്വലി ഇത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ട്രെൻഡ് ലൈനിലാണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 1 വീക്കിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു ട്രെൻഡ് ലൈനായിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ 30 മാർച്ച്, അതായത് നമ്മുടെ കോവിഡ് തുടങ്ങിയ ടൈം 30 മാർച്ചിൽ നിന്ന് ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ നിഫ്റ്റീനെ വരച്ചാൽ സി ഓക്കെ, കണ്ടോ? നിഫ്റ്റി പ്രോപ്പർ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് ഇന്ന് നിഫ്റ്റി ഇവിടെ നിന്നിട്ടുള്ളത്. അങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് കേട്ടോ. ഇന്ന് നിഫ്റ്റി ഇന്ന് പ്രോപ്പറായിട്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി ഇന്ന് ഇവിടെ മാർക്കറ്റ് എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയേ, ട്രെൻഡ് ലൈനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ല നമുക്ക്. അപ്പോൾ നാളെ നിഫ്റ്റിയുടെ വ്യൂ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നാളെ നോക്കാം. അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഡേയും ഹൈയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് നിഫ്റ്റിയുടെ ഡേ ഹൈ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാളെ നല്ല നിഫ്റ്റിയുടെ വ്യൂ കിട്ടും. നാളത്തെ നിഫ്റ്റിയുടെ ഡേ ഹൈ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പം നാളെ നിഫ്റ്റി ഈ ട്രെൻഡ് ലൈൻ നാളെ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ട്രെൻഡിൽ നാളെ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ഈ ഹൊറിസോണ്ടൽ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് ഈ ഒരു പാറ്റേണിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയും. അപ്പം നാളെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 22,800 ഈ ഏരിയ നമുക്ക് നാളെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാം. ഇതാണ് നാളത്തെ നിഫ്റ്റിയുടെ ട്രെയിനിങ് പ്ലാൻ. അപ്പോൾ നാളെ നിഫ്റ്റി ഇവിടുന്ന് നമ്മുടെ ട്രെൻഡ് ലൈൻ നാളെ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നാളെ ഈ ട്രെൻഡ് ലൈൻ താഴെ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 9:30 9:45 കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുക. തിരിച്ച് നിഫ്റ്റി മുകളിൽ നിന്ന് കയറും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സപ്പോർട്ടിൽ തട്ടിയിട്ട് നാളെ നിഫ്റ്റി നേരെ താഴോട്ട് വരും. ഓക്കെ, ഇതാണ് നാളത്തെ നിഫ്റ്റിയുടെ പ്ലാൻ. നമുക്ക് T1 ആയിട്ട് ഈ പോയിന്റ് വെക്കാം. ദിസ് ഈസ് എ നിഫ്റ്റി പ്ലാൻ ഫോർ ടുമാറോ. സിമ്പിളാണ്, ഒരുപാട് ആലോചിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഈ ട്രെൻഡിൽ ഞാൻ കാണിച്ചെന്നില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ട്രെൻഡിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. അതെല്ലാം നിങ്ങൾ വരച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വരച്ചിട്ടില്ലെങ്കിൽ ഞാൻ വരച്ച ട്രെൻഡ് ലൈൻ കറക്റ്റ് ആണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ നിന്ന് പറയുക. ഞാൻ വരച്ച ട്രെൻഡ് ലൈൻ കറക്റ്റ് ആണെങ്കിൽ നാളെ അപ്പോൾ ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്യുകയാണ്, നാളത്തെ ഡേ ലോയും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ കൺഫർമേഷൻ കിട്ടും. ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും ഉണ്ട്. അപ്പോൾ നാളെ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ ചെയ്ത് നിഫ്റ്റി നാളെ ഫൈനലി ഈ ഒരു ഏരിയയിലായിരിക്കും നാളെ നിഫ്റ്റിയുടെ ഡേ അവസാനിക്കാനുള്ള പ്രോബിലിറ്റി. ഇതിന് മുകളിലും ഗ്യാപ്പ് ഫില്ല് ചെയ്തവർക്ക് നിങ്ങൾക്ക് സേഫായിട്ട് ഇവിടെ ടാർഗറ്റ് വെക്കാം. ദാറ്റ്സ് യുവർ വിഷ്. എൻ്റെ ടാർഗറ്റ് 22,819. ദിസ് ഇസ് മൈ ടാർഗറ്റ്. ദിസ് ഇസ് ഓൾസോ ടാർഗറ്റ് 22,939. 2 ടാർഗറ്റ് നമുക്ക് നാളെ കാണാൻ കഴിയും. അപ്പം ഇതാണ് നാളെ നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡിങ് എൻ്റെ ഒരു വ്യൂ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. ബാങ്ക് നിഫ്റ്റി നാളെ എങ്ങനെ ഇരിക്കുന്നു. സീ ഹൗ ബ്യൂട്ടിഫുൾ. ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞിരുന്നു, എൻ്റെ വീഡിയോയിൽ പറഞ്ഞു നോ ട്രേഡിങ് സോണാണിത്. ഈ നാളെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം ഒരു എൻട്രി എടുക്കണമെന്ന്. ഇന്നലെ എൻ്റെ T1 T2ലാണ് ഇന്നലെ അവസാനിച്ചിട്ടുള്ളത് കണ്ടോ. വെരി ഗുഡ്. T2 ഞാൻ ഇന്നലെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു ഈ ട്രേഡിങ് സോണിൽ എടുക്കാൻ പാടില്ലെന്ന്. പക്ഷേ നാളത്തേക്ക് വേണ്ടി എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാളെ എല്ലാം റിമൂവ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഓക്കെ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഡേ ചാർട്ടിലൊന്നും ഇടാം. ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ. ബാങ്ക് നിഫ്റ്റി ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇവിടെ വ്യൂ നാളെ ബിയറിഷ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. നമ്മുടെ US പ്രസിഡൻറ്റിൻ്റെ റെസിപ്രോക്കൽ താരിഫിൻ്റെ ആ ഒരു ന്യൂസ് വരുന്ന വരെ മാർക്കറ്റ് ഒരു ഫിയറിലായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും മാർക്കറ്റ് ഡിസിഷനിലോട്ട് പോവുക. അപ്പോൾ നാളെയും
മാർക്കറ്റ് ഒരു ബിയറിഷ് മൂവ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. മാർക്കറ്റ് ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് ഈ ഏരിയ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, ഗ്യാപ്പ് ഫില്ലും ചെയ്തിട്ടില്ല മാർക്കറ്റ്. അപ്പം നാളെ താഴോട്ട് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് നാളെ ബാങ്ക് നിഫ്റ്റി താഴോട്ട് കാണാൻ കഴിയും. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഇവിടെ 5073 വെക്കാം. 5073 ഇതാണ് നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എൻ്റെ വ്യൂയിലുള്ളത്. നിങ്ങളുടെ വ്യൂ, നിങ്ങളുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. നാളെ ബാങ്ക് നിഫ്റ്റി ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക, തിരിച്ച് റിട്ടേസ്റ്റിന് വേണ്ടിയിട്ട് റിട്ടേസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ബാങ്ക് നിഫ്റ്റി താഴോട്ട് വരുമ്പം മാത്രം ട്രേഡ് എടുക്കുക. സേഫ് ട്രേഡ് ആയിരിക്കും. ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേണിൽ കൺഫേം ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. T1 ആയിട്ട് നാളെ ഇതെടുക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നാളെ ഈ ഏരിയയിൽ നാളെ ട്രേഡ് ചെയ്യണമെങ്കിൽ നാളെ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഈ ഏരിയയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ഒരു ബ്രേക്ക് ചെയ്തിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇപ്പം ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 11 മണിയോടുകൂടി ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്യും. അപ്പം നാളത്തെ ടാർഗറ്റായിട്ട് ഇത് നമുക്ക് വെക്കാം. 50373 ബ്രേക്ക് ചെയ്യുന്നത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയിട്ട് ഒരു റീടെസ്റ്റ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യുക. റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നല്ലൊരു ടാർഗറ്റ് താഴോട്ട് കാണാൻ കഴിയും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.